തമ്പുരാൻ ഭംഗിയായിട്ട് ക്രമീകരിക്കും. അപ്പോൾ ആഗോള സഭയ്ക്കും സുറമലബാർ സഭയ്ക്കും അത്യാവശ്യമായിട്ടുള്ളത് തമ്പുരാൻ്റെ പ്രാചിത്വത്തിൻ്റെയും ആരാധനയുടെയും ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആരാധനാക്രമത്തിന് ഐക്യത്തിലേക്ക് വരിക. അതാണ് തമ്പുരാൻ്റെ രാഷ്ട്രീയം. നമുക്കത് മതി. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിട്ടുള്ളത്. നമുക്ക് വിശ്വാസത്തോടുകൂടി നിയോഗം വെച്ചുകൊണ്ട് ഈ കുരിശിൻ്റെ വഴി, തമ്പുരാൻ നിർത്താൻ്റെ കുരിശിൻ്റെ വഴിയോട് ചേർത്ത് നമുക്ക് കാഴ്ചവെക്കാം. തീർച്ചയായും അതിൻ്റെ ഫലമുണ്ട്. എല്ലാവരുടെയും നാമത്തിൽ ഇവിടെ വന്നു ചേർത്തിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം പറയുന്നു, നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി. നമ്മുടെ ഈ കുരിശിൻ്റെ വഴിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ ലോകം വിധിക്കുമായിരിക്കും, അവർ കൂടി വന്നാൽ 50 പേരുണ്ടായിരുന്നുള്ളൂ, 100 പേരുണ്ടായിരുന്നുള്ളൂ. അതൊന്നുമല്ല ഇവിടെ വിഷയം. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള വിധി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നു. അവിടത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടിയടയിച്ച ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈക്കാലുകൾ, ദാഹിച്ചു വരേണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ അങ്ങയുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ.